എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഞാൻ ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ച ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാന്നുള്ളത്. അപ്പോൾ രാത്രി ഇന്നലെ ലേറ്റായിട്ട് കിടന്ന് ഫോറം മാളിലൊക്കെ പോയി വന്ന് കുറച്ച് പർച്ചേസിങ് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഡ്ഡലി ചെമ്പൊക്കെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. നൂൽപ്പൊട്ടൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതും തപ്പിപ്പോയി ഞങ്ങൾ ഇന്നലെ മേടിച്ചൊക്കെ വന്നപ്പോഴേക്കും നല്ല രാത്രിയായി. അപ്പോൾ ഇന്ന് കുറേ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. മുനമ്പം ബീച്ച് രാവിലെ എഴുന്നേറ്റ് പോകാമെന്നൊക്കെ, പക്ഷെ എൻ്റെ ഹെൽത്ത് പറ്റിയില്ല ഗൈസ്. ഐശ്വര്യമായിട്ട് രാവിലെ തന്നെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നാൽ ഇങ്ങനെ ഇരിക്കും. ആദ്യം ഒരു ചായ കുടിച്ചാലേ എന്തെങ്കിലും ഒരു ഉന്മേഷം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉന്മേഷമില്ലാവില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് ഞാനൊരു കുപ്പി ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് നൈസായിട്ട് നൂൽപുട്ടും കടലക്കറിയില്ലേ, വെള്ളക്കടലക്കറി അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ രണ്ടുപേരും നല്ല ചായപ്രേമികളാട്ടോ. രാവിലെ എഴുന്നേറ്റ് ചായ ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും തലവേദനയൊക്കെ എടുക്കും. എനിക്ക് പണ്ട് അങ്ങനെ ചായപ്രേമൊന്നുമില്ലായിരുന്നു. ആഫ്റ്റർ മാരേജ് ഞാൻ ഭയങ്കര ചായപ്രേമിയായി. നമ്മളിപ്പോൾ ഈ കളറ് മറ്റേ വൈറ്റ് ഷുഗർ അല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ, നമ്മളിപ്പം ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ചായ ഉണ്ടാക്കി കുടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ഒരു ദിവസം ശരിക്കും ഒരു 4 വട്ടെങ്കിലും ഞങ്ങൾ ചായ കുടിക്കും. പക്ഷെ നല്ലതല്ല ഹെൽത്തിന് ഇത്രമാത്രം ചായ കുടിക്കുന്നത്. എന്താ ചെയ്യുക? ചായ ഇട്ട് കുടിച്ചപ്പോഴേക്കാണ് ഇത്തിരി ഒരു ആശ്വാസമായത് കേട്ടോ. അത് വലിയ വ്ളോഗൊന്നുമല്ല, ചെറിയ വ്ളോഗ്. അപ്പം ഇന്ന് നല്ലൊരു കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വൈറ്റ് കടലയൊക്കെ കുറേ നാളായി വാങ്ങിയിട്ട്, അപ്പോൾ അത് സടപടേന്ന് ഉണ്ടാക്കിയിട്ട് കുറച്ച് നൂലപ്പം എന്ന് പറയുന്നത് മറ്റേ ഇടിയപ്പം ഇങ്ങനെയും പറയുമല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാന്ന്. അപ്പോഴേക്കുമാണ് നമ്മുടെ ആശാൻ എഴുന്നേറ്റ് വന്നത്. ഈ മൊന്തയിലാണ് ആശാൻ എപ്പോഴും ചായ കുടിക്കുക കേട്ടോ. ഒരു കപ്പ് ചായ ഇല്ലാതെ, ഒരു ദിവസം ചായ ഇല്ലാഞ്ഞിട്ട് ഡയറ്റാന്ന് പറഞ്ഞ് ചായയൊക്കെ ഒഴിവാക്കിയപ്പോഴേക്കും ആശാന് തലവേദനയും ഛർദിയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ ചായ നിർത്തണ്ട, കുടിച്ചോ എന്ന് പറഞ്ഞ്, ശരിക്കും പറഞ്ഞ ഒരു അഡീഷനാണ്. അപ്പം ഞാൻ ഐശ്വര്യമായിട്ട് രാവിലെ തന്നെ നൂലപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ അങ്ങ് ഏൽപ്പിച്ചു കേട്ടോ. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാനും നോക്കാമല്ലോ. അപ്പം ഞങ്ങൾ പുതിയ പാത്രം അൺബോക്സിങ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ. അത് 1400 സംതിങ് രൂപ എന്തോ ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 3 യൂസേജാണ്. ഇഡ്ഡലി പ്ലസ് നമുക്ക് ആവിക്ക് വെക്കാം, എല്ലാം പറ്റും. പിന്നെ അതേപോലെ തന്നെ അത് നമുക്ക് തവയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. രാത്രിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പാത്രം ഇഷ്ടത്തരം കാണിക്കരുത് കേട്ടോ. കൊതിയോടെ വാങ്ങി ഉണ്ടാക്കിയിട്ടേ സ്വന്തം കാര്യം ചിന്തമ്മ. എനിക്കൊരു 3 എണ്ണം അത് മതിയാവും. 3 എണ്ണം എനിക്ക് ഇനിയും വേണമെന്ന് തോന്നുക. നമ്മളെ കടലക്കറി ഇവിടെ റെഡിയാണ്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തേങ്ങ അരച്ചിട്ടുള്ള, ഇങ്ങനെ ഒരു നാടൻ രീതിയിൽ ചിക്കൻ കറിയൊക്കെ തേങ്ങ അരച്ച് വെക്കൂലേ, അതുപോലെ വെച്ചിട്ടോ. പിന്നെ ഇതും നൂൽപുട്ടുമാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നിപ്പോൾ എന്തായാലും ഫേസിൽ ഞാനിത് ഫേസ് മാസ്ക് ഒക്കെ ഇടണമെന്ന് വെച്ചതാണ്. ഞാൻ മാത്രമല്ല, ചാക്കോച്ചനും കൂടെ ഇട്ട് കൊടുക്കണം. കാരണം ഇന്നലെ ഞാൻ ലുലു പോയപ്പോൾ 2 സാധനങ്ങൾ ഞാൻ വാങ്ങി കേട്ടോ. വേറെ ഒന്നല്ല, നമ്മുടെ ബഞ്ചാരസിൻ്റെ മുൾട്ടാണി മിട്ടി. ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള സാധനം കേട്ടോ. ഞാൻ ന്യൂ പ്രൊഡക്റ്റൊക്കെ ഓൺലൈനൊക്കെ കുറേ മേടിക്കാൻ തോന്നുന്നു. പക്ഷെ ഞാനിത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ടാനൊക്കെ കളയാമല്ലോ, നമുക്ക് വീട്ടിൽ തന്നെ കളയാമല്ലോ എന്ന് വെച്ചിട്ട്, ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ കളയാമല്ലോ എന്ന് വെച്ചിട്ട് ഈ സാധനം ഒരു ബഞ്ചാറസിൻ്റെ തന്നെ റോസ് വാട്ടർ കേട്ടോ. ഇതൊക്കെ മെമ്മറീസാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണല്ലോ. നമ്മൾ ഓൺലൈൻ വഴിയൊന്നുമല്ലല്ലോ വാങ്ങാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. പണ്ട് തൈരൊക്കെ കൂട്ടിയിടുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ഒരു സ്കിൻ കെയറും കൂടെ ആവാം. കാരണം നല്ല ടാൻ ഉണ്ട്. എന്നെക്കാളും ടാനുള്ളത് ചാക്കോച്ചനാണ്, വെയിലത്തൊക്കെ പണിയെടുക്കുന്നത് കാരണം. അപ്പോൾ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ടാൻ റിമൂവ് ഫേസ് ഇത് ചെയ്യണം. എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ചാക്കോച്ചൻ തന്നെയാണ് ഇന്ന് എൻ്റെ ഹെയർ കട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ളോഗ് ഇങ്ങനെയൊക്കെയാണ്. നല്ല നൂൽപുട്ടും കടലക്കറിയും ഉണ്ട്. വിശന്നിട്ട് വയ്യ, പെട്ടെന്നെടുത്ത് സെറ്റ് ചെയ്ത് കഴിക്കണം. അങ്ങനെ രാവിലെ
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയി. ഉച്ചയ്ക്ക് ഈ കറിയൊക്കെ തന്നെ മതി. ചോറും കുറച്ച് ചിക്കനും വറുക്കാമെന്നൊക്കെയാണ് പ്ലാനിങ്. അതൊക്കെ മതി. ഇനി കൂടുതൽ അങ്ങ് ഉണ്ടാക്കാനൊന്നും വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിച്ചാൽ മതിയല്ലോ എന്നായി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇത് ഏത് നേരം ഫോണും നോക്കിയേ ഫുഡ് കഴിക്കുകയുള്ളൂ. ടി വിയോ ഫോണോ എന്തെങ്കിലും ഒന്ന് കണ്ടുകൊണ്ട് കഴിക്കുന്നത് ശീലമാണ്. എനിക്കങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് വിശന്നാൽ ഞാൻ എവിടെ ഇരുന്നും ഭക്ഷണം കഴിച്ചോളൂ. നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പെണ്ണുങ്ങൾ. ഈ ചെറുക്കന്മാർ മാത്രം എന്താ ഇങ്ങനെയെന്നാണ് അറിയാത്തത്. അപ്പം ഞങ്ങൾ നല്ലപോലെ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. ഇത് ആക്ച്വലി ഒരു ചെറിയ വ്ളോഗാണ്. ഞാൻ എടുക്കണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ അടുത്തത് ഇനി എൻ്റെ ഗംഭീരമായ മുടിവെട്ടലാണ് ഗൈസ്. ഞാൻ പാർലറിൽ പോയിട്ട് വെട്ടിയപ്പോഴേക്കും ഒരുമാതിരി വെട്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി ഇടുന്നത് കാണുമ്പോൾ തന്നെ വൃത്തികേടായിട്ട് എനിക്ക് തോന്നുക. കോല് പോലെയായി കൊഴിഞ്ഞ് ഭയങ്കര ഹെയർ ലോസാണ്. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് ഒടുക്കത്തെ ഹെയർ ലോസ് കൂടി. അപ്പം ഞാൻ എൻ്റെ മാപ്പിളേനെ കൊണ്ട് തന്നെ എൻ്റെ മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് പണ്ട് പുള്ളിയായിരുന്നു വെട്ടി തന്നെ, കുഴപ്പമില്ലാതെ വളർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങ് നീളം കുറച്ച് ഭയങ്കര കാർക്കൂന്തലൊന്നുമില്ല, ഉള്ള നീളം വൃത്തിയാക്കിയിട്ട് കുറച്ച് ഷോർട്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു ഓയിലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇനി മുടി കുറച്ച് സംരക്ഷിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മുടി പോയിട്ടൊരു കോഴിത്തോല് പോലെയായി പോവും. അപ്പം മുടി ഇത്ര ആക്കി തന്നിട്ടുണ്ട്. രാമൻ ഹെയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എൻ്റെ മുടി ഇത്രയൊക്കെ ആക്കി തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും വെട്ടിത്തരും. എങ്ങനെ അപ്പോൾ ഇന്ന് മുടി വെട്ടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഗൈസ് മുടി ഇപ്പം ഇത്രേ ഉള്ളൂ. കുറച്ചും കൂടെ നീളം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് അത്യാവശ്യം കയറ്റിയാണ് കേട്ടോ വെട്ടിയത്. കാരണം എന്താ വെച്ചാൽ ആ കോഴിത്തോല് പോലെ ഇനി കിടക്കണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ പെട്ടെന്നാണ് പ്ലാൻ ഇട്ടത് പൂളിൽ പോയി ചാടാന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ഇട്ടതിൻ്റെ സന്തോഷമാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ആടിപ്പാടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് പോലും അറിയാതെ തുള്ളുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ചിക്കൻ വറുത്തതും ചോറും കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ച് കുറച്ച് ജ്യൂസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി പൂളിൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അത് ഞാനൊരു സെപ്പറേറ്റ് ബ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിലെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വലിച്ച് നീട്ടുന്നില്ല. ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഒരു ഫൺ മൂമെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്യാപ്ചർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കടലക്കറിയും ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ എന്താക്കുകയാണ്, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങളൊരു 3:30-4 മണിയാകുമ്പോൾ പൂളി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷോർട്ടായിട്ട് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എന്താ എല്ലാവരും വിശേഷ സുഖമാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക. 1-2 പേരെങ്കിലും എല്ലാത്തിലും കമൻറ്റ് ഇടുന്നുണ്ട്. വളരെയധികം സന്തോഷം കേട്ടോ. അപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സൺസ്ക്രീനും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് സുഡിയോൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നല്ല സിമ്പിൾ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാക്കനാട് ഒരു പൂളിൽ പോയിട്ട് ചാടുന്നത്. 350 രൂപയ്ക്ക് നമുക്കൊരാൾക്ക് പോയിട്ട് വെള്ളത്തിൽ ചാടാമെന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ. സിമ്പിളായിട്ട് എടുത്തതാണ് കേട്ടോ. ചെറിയ വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വലിയതാക്കിയിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറാവും, പിന്നെ ചുമ്മാ എനിക്കും ബോറാവും. അപ്പം എൻ്റെ മുടിയൊക്കെ വെട്ടിയപ്പോഴേക്കും എനിക്ക് ഇത്തിരി സന്തോഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ കോല് പോലെയുള്ളതൊക്കെ മാറിയല്ലോ. കുറച്ച് മുടിയെങ്കിലും ഉണ്ടെങ്കിലും കുറച്ച് കട്ടിക്ക് കിടക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ഒരു ഹാപ്പി സൺഡേ എല്ലാവരോടും കേട്ടോ. എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾ സൺഡേ പരിപാടികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.